ചേട്ടാ ചേട്ടാ തൃശ്ശൂർ തൃശ്ശൂർ എന്റെ മോനെ വിട് ചേട്ടാ എന്റെ മോനെ ആരും കൊണ്ടുപോകുന്നു ചേട്ടാ ചേട്ടാ എന്റെ മോനെ വിട്ടേക്ക് ചേട്ടാ മധു തൃശ്ശൂർ മധു തൃശ്ശൂർ എവിടെ തൃശ്ശൂർ എവിടെ എടി എന്താടി ഇത് ചേട്ടാ പറ്റി ചേട്ടാ തൃശ്ശൂർ എവിടെ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും എന്താ നീ കണ്ടത് അവനെ ആരോ പിടിച്ചോണ്ട് പോവായിരുന്നു ഞാൻ എത്ര പറഞ്ഞിട്ടും അവനെ വിട്ടില്ല മധു എനിക്ക് എന്റെ തൃശ്ശൂരിനെ വേണം ഇതാണോ കാര്യം അവൻ മുതലാളിയുടെ ഒപ്പം ഉറക്കമായിരിക്കും വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല വാ ചേട്ടാ നമുക്കിപ്പൊ തന്നെ പോയി നോക്കിട്ട് വരാം ഈ സമയത്തോ അവരൊക്കെ കിടന്ന് നല്ല ഉറക്കമായിരിക്കില്ലേ നിന്റെ ഉറക്കം പോയെന്ന് കരുതി അവരെ കൂടി ശല്യപ്പെടുത്തണോ എന്റെ ടെൻഷൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാ സ്വപ്നം കണ്ട് ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ നോക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അത് ചീത്ത സ്വപ്നമായിരിക്കാം എന്ന് കരുതി അതെങ്ങനെ സത്യമായാലോ സ്വപ്നങ്ങളൊന്നും അങ്ങനെ സത്യാവില്ല ചീത്ത സ്വപ്നം കണ്ടാൽ നല്ലത് വരുമെന്നാ അതുകൊണ്ട് അവനൊന്നും സംഭവിക്കില്ല എന്നാലും ഒരു തവണ പോയി അവനെ കണ്ടിട്ട് വരാം വാ ചേട്ടാ മധു അവനെ നമുക്ക് രാവിലെ പോയി കാണാം ഇപ്പൊ വേണ്ട ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക് പറയുന്ന കേക്ക് മധു ചേട്ടാ അത് പിന്നെ മധു സമയം ഇപ്പൊ എത്രയെന്ന് നിനക്കറിയാമോ ഒന്നേ കിടക്ക് തൃശ്ശൂരിന് ജന്മം കൊടുത്ത അച്ഛൻ ഞാനാണ്. തൃശ്ശൂർ എന്റെ മകനായിരുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വർഷം എന്റെ കൺമുമ്പിൽ എന്റെ കൂടെ തന്നെ ഈ വീട്ടിലെ ജോലിക്കാരനായിട്ട് വളർന്നല്ലോ. ത്രിവിക്രമനും തൃശൂലും ഒരേ വീട്ടില് ഒരേ സമയത്ത് ജനിച്ചവരാ. ആരെങ്കിലും ഇവരെ മനഃപൂർവ്വം മാറ്റിയതാണോ? ആരായിരിക്കും അത് ചെയ്തത്? തൃശൂൽ എന്റെ മകനായിട്ടും നന്ദീശന്റെ വീട്ടിൽ വളർന്നു. അതിനർത്ഥം ത്രിവിക്രമൻ നന്ദീശന്റെ മകനാണ്. എന്താ നടക്കുന്നത് എന്റെ ജീവിതത്തിൽ? ഇത്രയും വർഷം ഈ സത്യങ്ങൾ എന്താ ഞാൻ മനസ്സിലാക്കാഞ്ഞത്? എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ നീ. ഒരേ ഒരു തവണ പോലും നീ എന്റെ മകനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ജന്മം കൊടുത്ത മകനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കണ്ണുണ്ടായിട്ടും കുരുടനായി ഞാൻ. കണ്ണുണ്ടായിട്ടും കുരുടനായി ഞാൻ.
നിന്റെ കൈ പിടിച്ച് കൂടെ നടത്തേണ്ടവനായിരുന്നു ഞാൻ. പക്ഷെ നിന്റെ ദേഹത്ത് കൈവച്ചല്ലോ ഞാൻ. തോളിലേറ്റിക്കൊണ്ട് ലോകം മുഴുവൻ കൊണ്ടു നടക്കേണ്ടവനല്ലേ ഞാൻ. എന്നിട്ടും നിന്നെ ഈ ലോകത്തൊന്ന് പറഞ്ഞയക്കാൻ നോക്കിയില്ല ഞാൻ. സ്വന്തം മകനെ കൊല്ലാൻ നോക്കിയ പാപിയായ ഒരു അച്ഛനാണല്ലോ മോനെ ഞാൻ. നിന്നെ കാണുമ്പോഴൊക്കെ എന്തൊക്കെയോ സ്വപ്നങ്ങളായിരുന്നു. എന്ത് ജോലി ഏൽപ്പിച്ചാലും കംഫർട്ടബിൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു നീ. എന്റെ ചെറുപ്പകാലത്തും ഞാൻ നിന്നെ പോലെ തന്നെയായിരുന്നു. ഇത് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഇമോഷനാണെന്ന് എനിക്കറിയില്ലായിരുന്നു മോനെ. ഇതിനെയാ രക്തബന്ധമെന്ന് പറയുന്നത്. ഞാനാടാ നിനക്ക് ജന്മം തന്നത്, പക്ഷെ വളർത്തിയില്ല. ഒരേ ഒരു തവണ പോലും നിന്റെ വാഗുണ്ട് അച്ഛ എന്ന വിളി കേട്ടില്ല. പക്ഷെ നീ എന്റെ ജീവൻ രക്ഷിച്ച് എനിക്ക് പുനർജന്മം നൽകി. ഞാൻ നിന്നെ അച്ഛ എന്ന് വിളിക്കണോ അത് മകനെ എന്ന് വിളിക്കണമെന്ന് എനിക്കറിയില്ല മോനെ. ഇനിയും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നീയാണ് എന്റെ മകൻ എന്നുള്ള സത്യം എന്റെ വീട്ടുകാരെ എല്ലാവരെയും അറിയിച്ച് ഇത്രയും വർഷം നിനക്ക് നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങളൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരും. നീ ഈ വീട്ടിലെ ജോലിക്കാരനല്ല, മുതലാളിയാണ്. മുതലാളി. തൃശൂലാണ് എന്റെ മകൻ. തൃശൂലാണ് എന്റെ മകൻ. ആദിശേഷനെ കണ്ടുപിടിക്കാനുള്ള വഴിയും നീ തന്നെയാണ്. നിന്റെ സഹായമുണ്ടെങ്കിൽ ആദിശേഷന്റെ പുനർജന്മം ആരാണെന്ന് എനിക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. അവനെ എനിക്ക് ഇല്ലാതാക്കണം. അല്ല, ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ എവിടെ പോയി? ചേച്ചി, ചേച്ചി, നീ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോവന്നേ? എന്തു പറ്റി? അല്ല ചേച്ചി, ഇവിടെ ഒന്നും കാണുന്നില്ല. ശരിയാണല്ലോ, അതൊക്കെ എവിടെ പോയി? അയ്യോ, എന്താ ഇത്? തുലാഭാരത്തിന്റെ പൂജ ഇതുവരെ തീർന്നിട്ടില്ല. അതിനു മുമ്പ് എല്ലാം എടുത്തു മാറ്റി കളഞ്ഞല്ലോ. എന്തിനാ? അറിയില്ലമ്മേ, പണിക്കാരെടുത്ത് മാറ്റിയതാണോ എന്തോ? ജോലിക്കാരെന്തിനാ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത്? ആരാ പറഞ്ഞത് അവരോട്? ഞാൻ തന്നെയാ. അല്ല മോനെ ദിഗ്വിജയ, തുലാഭാര പൂജ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു തവണ കൂടെ ചെയ്യണമെന്നല്ലേ സ്വാമിജി പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് നീ ഇതൊക്കെ... അതിന്റെ ആവശ്യം ഇനിയില്ലമ്മേ. ആവശ്യമില്ലാന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം? നോക്ക്, ഈ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണ്ട. ഈ വീട്ടിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങളും കേട്ടതല്ലേ, നേർച്ച പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് സ്വാമിജി പറഞ്ഞത്. എന്നിട്ടിപ്പം നിങ്ങൾ തന്നെ... തുലാഭാരം നടത്താനുള്ള സമയമായിട്ടില്ല. സമയമാവുമ്പോ ഞാൻ നിങ്ങളോട് പറയാം. എന്താടാ, സമയമായിട്ടില്ലെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണോ? അതൊക്കെ സ്വാമിജിയാണ് തീരുമാനിക്കേണ്ടത്. നോക്ക്, നേർച്ച മാറ്റിവെക്കുന്നത് നല്ലതിനല്ല മോനെ. ആ നേർച്ച സമ്പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് വെച്ച കാര്യങ്ങൾ ആദ്യം പൂർത്തിയാവണം. ബാലൻസ് ഉള്ളതോ? എന്തടി അത്? അതെ മോളെ, സമയമാവുമ്പോ ഞാൻ പറയാം. എന്താടാ ഇതൊക്കെ? ബാക്കിയുണ്ടെന്ന് പറയുന്നു, സമയമാവട്ടെ എന്ന് പറയുന്നു. നോക്ക് മോനെ, ഇനിയും ഇത് മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതിനല്ല. ഇനി വൈകിപ്പിക്കില്ലമ്മേ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കി എടുക്കണം. തൃശ്ശൂലോടെ അളിയ, അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിൽ പോയി. വീട്ടിൽ പോയെന്ന്? അല്ല, എന്തു പറ്റി നിങ്ങൾക്ക്? ലേറ്റായി, തെറ്റിപ്പോയി എന്നൊക്കെ
പരസ്പര ബന്ധമില്ലാതെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? ബന്ധങ്ങളുണ്ട് ദമയന്തി. ഇത് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട സമയമാണ്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോയിട്ട് വരാം. മുതലാളി വീട്ടിലേക്ക് വന്നപ്പോ ദൈവം വന്നതുപോലെ. മുതലാളി കോഫി എടുക്കട്ടെ? ഏയ് ചോദിക്കാനുണ്ടോ? എടുത്തോണ്ട് വാ. നദീശ, തൃശ്ശൂൽ എവിടെ? കാണുന്നില്ലല്ലോ. തൃശ്ശൂല് അവനോടെ ഇല്ല, അവൻ പുറത്തോടെ പോയിരിക്കും. എന്റെ അത്യാവശ്യ ജോലി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം മുതലാളി. ഏയ് വേണ്ട വേണ്ട വേണ്ട, അവനിങ്ങി വരട്ടെ. ആ മുതലാളി അവൻ വന്നും തോന്നുന്നു. എവിടെയായിരുന്നു ഇതുവരെ? എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു? ഇവിടെ അടുത്ത് വരുന്ന പോയതാ. എടാ എന്ത് പറ്റി? വീട്ടിലാരെ വന്നെന്ന് നിനക്ക് അറിയാമോ? ആരാ വന്നിരിക്കുന്നത്? സാക്ഷാൽ മുതലാളി. എന്ത്? മുതലാളി എവിടേക്ക് വന്ന? ആ മുതലാളി ഏയ് എന്താടാ ഇത്? എന്റെ ആശീർവാദം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും മോനെ. മുതലാളി എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ? അത് പറയാൻ വേണ്ടിയാണ് ഇവിടേക്ക് ഇപ്പൊ വന്നേ. അതെടാ, ഒരു കാര്യമുണ്ട്. അയ്യോ മുതലാളി, അത് ഫോൺ ചെയ്ത് പറഞ്ഞാ പോരായിരുന്നോ? അതിനുവേണ്ടി എന്തിനാ ഇവിടേക്ക് വന്നേ? ഛേ, രാവിലെ മുതലാളിയോട് സംസാരിച്ചിട്ട് പോകാനിരുന്ന ഞാൻ എന്തോ തിരക്കിലായി പോയി, അതാ മറന്നുപോയേ. സോറി മുതലാളി. മുതലാളി എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാടാ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിർത്തുന്നേ ഇല്ലല്ലോ. സോറി, ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞല്ലേ. അവൻ എപ്പോഴും അങ്ങനെ മുതലാളി. വാ തോരാതെ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും. ഏയ് അതൊന്നും സാരമില്ലടാ, നീ പറഞ്ഞോ. ഞാൻ നീ പറയുന്നത് കേൾക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്. തമാശ പറയില്ല മുതലാളി, ഞാൻ കുറച്ചേരം സംസാരിച്ചതിനെന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? ഇല്ല മോനെ, ഞാൻ നിന്നോട് സംസാരിക്കാൻ തന്നെയാ വന്നത്. അതെയോ? അമ്മ മുതലാളിക്ക് കോഫി കൊടുക്കുന്നില്ലേ? ഹലോ, കോഫി എനിക്ക് നേരത്തെ കിട്ടി. നന്ദീശ, എനിക്ക് തൃശ്ശൂരിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. മുതലാളി എന്ന് പോയിട്ട് വന്നോളൂ. മാമനെ, തൃശ്ശൂർ നമുക്കൊന്ന് കറങ്ങിട്ട് വന്നാലോ? എന്നാ ഞാൻ കാർ എടുത്തിട്ട് വരാം. ഏയ് കാർ വേണ്ട മോനെ. എന്നാ ജീപ്പ് എടുക്കട്ടെ? ജീപ്പും വേണ്ട, നമുക്ക് നിന്റെ വണ്ടി മതി. മുതലാളി എന്റെ ബൈക്കിലോ? എന്താ, ഞാൻ കയറിയ നിന്റെ ബൈക്ക് ഓടില്ലേ? അല്ല, ഞാൻ എടുക്കടാ. ആയിക്കോട്ടെ. വിട്ടോ. ആ ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. അളിയനല്ലേ അത്? മരുമോനെ, അങ്കിൾ എന്തു പറ്റി? എന്തിനാ കിടന്ന് ഓടുന്നത്? എന്റെ കാര്യം ഇപ്പൊ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും പറഞ്ഞു വിടണം. ഞാൻ ആരുടെ പേര് പറയുന്നു അവരെ മാത്രം നിർത്തിയാൽ മതി. ഇവിടെയുള്ള ഒരുത്തിനും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന്. വാങ്ങുന്ന ശമ്പളം കൊണ്ട് ഷോപ്പിംഗ് ചെയ്ത് നടക്കാം. അല്ല, അതിനിപ്പോ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നോ? സൂര്യൻ ചിലപ്പോ കിഴക്കുതിച്ചേക്കാം, കറുത്തവാവ് ദിവസം ചന്ദ്രനെ കണ്ടേക്കാം. എന്നാൽ
അളിയൻ ഒരു ബൈക്കിൽ കയറി പോകുന്നത് കണ്ടാൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എന്ത്? ഡാഡി ബൈക്കിൽ പുറത്തു പോയോ? അതേ മരുമോനെ, തൃശ്ശൂലിന്റെ ബൈക്കിൽ കയറി പോയി. ആ ജോലിക്കാരൻ എന്താ കാർ സർവീസ് അറിയില്ലേ? ഇങ്ങനെയുള്ള ജോലിക്കാരെ ഒന്നും നോക്കാതെ പറഞ്ഞു വിടണം. റീസെന്റ് കാർ സർവീസ് ചെയ്തല്ലേ ഉള്ളൂ. കാറിന് കുഴപ്പമൊന്നുമില്ല. അതെയോ? പിന്നെ എന്തുകൊണ്ട് അളിയൻ ബൈക്കിൽ കയറി പോയത്? അങ്കിളെ, ഡാഡി എങ്ങോട്ടാ പോയെന്ന് അങ്കിളിന് അറിയോ? ഏയ്, ഈ കണ്ണുകൊണ്ട് അളിയനെ കണ്ടത് തന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ളപ്പോ എവിടെ പോയി എന്തിനു പോയെന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? അങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഗൂഗിൾ വന്ന് എന്നെ എപ്പോഴും എടുത്തോണ്ട് പോയനെ. ഈ കാര്യം ഞാൻ ചേച്ചിയോട് പറയട്ടെ. ഇപ്പൊ വരാട്ടോ. ഡാഡി ഇതോടെ പോയതായിരിക്കും. എന്നാലും തൃശ്ശൂരിന്റെ കൂടെ ബൈക്കിൽ പോകേണ്ട കാര്യം എന്താ? ഇന്നെന്താ വിശേഷം മുതലാളി? നീ തന്നെയാണ് എന്റെ വിശേഷം മോളെ. ഞാനോ? എന്ന് വെച്ചാ നീ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലേ, അത് തന്നെയാ എന്റെ വിശേഷം. മുതലാളി, നിങ്ങളുടെ കൂടെ നിൽക്കുന്നതും കറങ്ങുന്നതും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഞാനെപ്പോഴും കൊച്ചു മുതലാളിയുടെ കൂടെയും അച്ഛൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവാറ്. ഇനി തൊട്ട് നീയും എന്റെ കൂടെ തന്നെ കൂടിക്കോളും. എന്ന് വെച്ചാ അച്ഛന്റെ ജോലി എനിക്ക് തരുവാണോ? അപ്പൊ അച്ഛന്റെ കാര്യം? നീ ജോലി കൊടുക്കേണ്ടവനാ. നിന്നെ കൊണ്ട് എങ്ങനെയാ ഞാൻ ജോലി ചെയ്യിപ്പിക്കുക? എനിക്ക് വേണ്ടി അച്ഛനെ ജോലി എന്ന് പറഞ്ഞു വിടുവാണോ? മുതലാളി, ദയവേത് അങ്ങനെ മാത്രം പറയില്ലേ. എനിക്ക് എപ്പോഴും മുതലാളിയുടെ കൂടെ നിൽക്കാൻ പറ്റില്ലെന്ന് വരും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ ചെയ്യേണ്ടത് ചെയ്തെന്നോളാം. ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല, എപ്പോഴും ഉണ്ടാവും. അച്ഛനും മകനും എപ്പോഴും ഒരുമിച്ചുണ്ടാവണം. ഇതെന്താ മുതലാളി ഇങ്ങനെ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്റെ അച്ഛന്റെ കൂടെ വിടാണോ? ശരി, വിട്ടേക്ക്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് അവകാശം കിട്ടുന്നുണ്ടല്ലോ. എനിക്കത് മതി. നിന്റെ അച്ഛൻ നന്ദീശനല്ല മോനെ, ഞാനാ. നന്ദീശനും നീയും തമ്മിലുള്ള ബന്ധം ആഴത്തിലാക്കാനല്ല, നമ്മുടെ ബന്ധം ആഴത്തിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്കിൾ, നിങ്ങളോ? അതേലോ, ഞാൻ തന്നെ. ആദ്യമായിട്ടാ ഞാൻ അങ്കിളിനെ അമ്പലത്തിൽ വെച്ചിട്ട് കാണുന്നേ. എന്തായിരുന്നു വിശേഷം? വീട്ടിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ടോ? അല്ല, അങ്കിളുടെ കാർ എവിടെയുള്ളത്? ഇല്ല മോളെ, ഞാനും തൃശ്ശൂരും കൂടെ ഇങ്ങോട്ട് വന്നത്, അതും ഇവന്റെ ബൈക്കിൽ. ബൈക്കിലോ? വേണ്ടാന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാ, പക്ഷെ പറയുന്നത് കേൾക്കണ്ടേ? എന്തിനാ കേൾക്കുന്നേ? ഞാനെന്താ ബൈക്കിൽ കയറാൻ പാടില്ലേ? അങ്ങനെയല്ല മുതലാളി, നിങ്ങൾ ബൈക്കിൽ കറങ്ങുന്നത് നല്ലതല്ലെന്നാ പറഞ്ഞേ. നിങ്ങളെപ്പോലുള്ളവർക്ക് കാറിലെ നല്ലത്. നോക്ക് തൃശ്ശൂർ, ചിലപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ പോകും. പണം, പദവി, ബംഗ്ലാവ്, കാറ്, ഇതൊക്കെയാണ് നമുക്ക് സന്തോഷം തരുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ. ശരി അങ്കിൾ. ദൈവമേ, ഞാൻ ഇത്രയും നാൾ ത്രിവിക്രമന് നാഗലോകത്തെ ഓർമ്മകൾ തനിയെ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ തുടങ്ങാൻ പോവാണ്. അതിന് നിന്റെ അനുഗ്രഹം എനിക്ക് വേണം. ഈശ്വര, ഇത്രയും ദിവസം തൃശ്ശൂലിന്റെ മകനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവനെ എന്റെ ജോലിക്കാരനായിട്ടാണ് ഞാൻ കണ്ടത്. എന്റെ വീട്ടുകാർക്കും അറിയില്ലായിരുന്നു തൃശ്ശൂലിന്റെ മകനാണെന്ന്. എല്ലാവരെയും അറിയിക്കാൻ എനിക്കൊരവസരം തരണേ ഈശ്വര. ദൈവമേ, ശിവാനിയുടെ കൂടെ ഞാൻ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവൾ എന്നോട് നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പ്രണയം എന്ന് പറഞ്ഞു കഴിയുമ്പോ ദേഷ്യപ്പെടാ. ദൈവമേ, ഞാൻ അവളുടെ മേലെന്റെ പ്രാണം തന്നെ വെച്ചിട്ടുണ്ട്. അവളെ എനിക്ക് തരണേ. ദൈവമേ, എത്രയും പെട്ടെന്ന് ആദിശേഷന് പഴയ ഓർമ്മകളെല്ലാം തിരികെ വന്നാൽ എനിക്ക് നാഗമാണിക്യം കണ്ടെടുക്കാൻ അത് സഹായകമാകും. തൃശ്ശൂലിന്റെ മകനായതുകൊണ്ട് ആദിശേഷൻ ആരാണെന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. എന്നിട്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതത്ര എളുപ്പമല്ല. എന്നെയും ശിവാനെയും അകറ്റാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. അമൃതയും പറഞ്ഞു,
ഞങ്ങളുടെ ഒരു ജന്മജന്മാന്തര ബന്ധമാണെന്ന്.